എല്ലാവർക്കും പുതിയ വീട്ടിലെ സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിലെ ഉത്സവമാണ്. അപ്പൊ നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, അബി. എറണാകുളത്ത് നിന്ന് വന്നു ഉത്സവം കാണാൻ വേണ്ടി. അതെ, അപ്പൊ നമുക്ക് ഇന്ന് നീർള അമ്പലത്തിലെ കുറച്ച് ഉത്സവ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മുടെ അമ്പലത്തിലൊരു പ്രത്യേകതയാണ്, വരുന്ന കാവടികളെല്ലാം ഭക്തർ ഈ നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞ കണ്ടത്തിലൂടെയാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. കാവടികൾ മാത്രമേ ഉള്ളൂ, അമ്പൻകുടവും ബാക്കിയെല്ലാം നമ്മൾ മുമ്പേ വേണ്ട റോഡിൽ കൂടെ തന്നെ അമ്പലത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെൽപ്പാടത്തിൻ്റെ നടുക്കൂടാണ് വരുന്നത്. അടിപൊളി വ്യൂ ആണ്. ഇത് ബാക്കി ഷൂട്ട് ചെയ്യാൻ ഡ്രോൺ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. കൊച്ചിയിൽ ഇത്രയും ചൂടില്ലടാ. അവിടെ 34 ഇവിടെ 38ഒക്കെയാ. നട്ട വെയിലത്ത് വന്നിട്ട് ചൂടെടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കാലൊക്കെ പഴുത്തോ. കാണുന്ന വഴി കൂടെ കയറി മേളോട്ടാണ് ഈ അമ്പലത്തിലോട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ അമ്പലം, നീർളാകം അയ്യപ്പൻ്റെ അമ്പലമാണ്. അപ്പം കാവടികളെല്ലാം വരാറായി. അബി വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി അവിടെ നിന്നുള്ള കാവടികളെല്ലാം അമ്പലത്തിനകത്ത് പ്രദർശനം വെച്ചിട്ടാണ് ഇനി പോകുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് അയ്യപ്പൻ ജീവിതയിൽ കാവടി എടുത്ത് ഭക്തരെ കാണാൻ വരുന്നൊരു കാഴ്ചയാണ്. ഇവിടെ ഇരുന്ന് എല്ലാവരും കാണും. നമ്മള് ചൂട് കൊണ്ട് തളർന്നിപ്പോ ഒരു ഐസ്ക്രീം കഴിക്കാന്ന് വെച്ചല്ലേ. ആ സൂപ്പറാ. എടാ ചായ മേടിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പൊ തന്നെ ചെയ്യാം. ഞാനില്ല, നിങ്ങള് കുടിക്കും. പാലക്കാട്ടുകാർ കണ്ടിട്ട് കളിക്കാം. ശബരിയോട് കഴിക്കാം. ശബരി കമന്റ് ആണോ? ആദ്യം ഇത് കഴിക്കാം, എന്നിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാം. ഇപ്പോൾ സമയം വൈകിട്ട് 4 മണിയായി. നമ്മൾ ഉത്തരത്തിന് വന്ന് കാവടിയാട്ടമൊക്കെ കണ്ടിട്ട് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. അബിയും പ്രണവും വീട്ടിൽ പോയി, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരും. അപ്പം നമ്മളിപ്പോൾ കാവടിപ്പായസം വാങ്ങി ഇറങ്ങിയതാണ്. അപ്പം കാവടിപ്പായസം വാങ്ങാം. കാവടി എടുത്തവർക്കിത് ഫ്രീ ആണ്, അവർക്കുള്ള വഴിപാട്. അപ്പോൾ കാവടി എടുക്കാത്തവർക്കത്
നമ്മൾ തലേദിവസം രസി എഴുതിയിട്ട് ഈ ഉത്തരത്തിൻ്റെ അന്ന് വൈകിട്ടാണ് പായസം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പായസം മേടിക്കാൻ വന്നേക്കാം. അപ്പോൾ നമുക്ക് പായസം കിട്ടി. ഇവിടെ നാടകമുണ്ട്. അപ്പോൾ നാടകത്തിൻ്റെ ആൾക്കാരെല്ലാം ഇപ്പോഴാണ് വന്നത്. അപ്പം ഇത് റെഡി ആയിട്ട് വേണം. 10 മണിക്കാണ് തോന്നുന്നു നാടകം. അപ്പോൾ 10 മണിക്ക് നമ്മുടെ സ്റ്റേജ് നാടകമുണ്ട്. ഇഷ്ടമുള്ള വേലകളി കാണാൻ ജീവിതത്തിൽ എഴുന്നള്ളിരിക്കുകയാണ്. വേലകളി അവിടെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അത് ഇവിടുന്ന് ഇവിടെ വന്നിട്ട് സ്വീകരിച്ചുകൊണ്ട് അകത്ത് പോകും. ഞാൻ വൈകിട്ട് വന്ന് കാളയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് നാടകം കാണാൻ ഇറങ്ങിയതാണ്. നാടകവും പള്ളിവേട്ടയും പള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ രാത്രി ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് നാടകമൊക്കെ ഒന്ന് കാണാം. ദിവ്യ പ്രഭാവമാണത്രേ മരകുരിക്കിടക്കയിൽ കിടന്ന് കിട്ടിയ ആ പൊന്നുണ്ണിക്ക്. എത്രയും പെട്ടെന്ന് ഉദയനെ പിടികൂടി നമ്മുടെ തുറുകിലടക്കണം. അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല പ്രഭു. അത് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മുടെ നമ്മളെ പഠിപ്പിച്ച പാഠം. പള്ളിവേട്ടയ്ക്ക് വേണ്ടി പോവാണ്. അപ്പം പോകാൻ നേരം ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് പോകുന്നത്. വേട്ട കഴിഞ്ഞിട്ട് ചെണ്ട കൊട്ടി തിരിച്ചമ്പലത്തിട്ട് പോകത്തുള്ളൂ.